Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആകണം എന്നുള്ളത് എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആകണം എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ആ ഒരു അറ്റാച്ച്മെന്റ് പ്രതീക്ഷിക്കുന്ന ആളുകളും ഉണ്ട്. രണ്ടാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക, അതുവഴി എങ്ങനെയാണ് നമുക്ക് റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് കുറെ കൂടി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് അതിനുവേണ്ട സപ്പോർട്ടിനായി വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. എന്നിരുന്നാലും ഒരു വ്യക്തിയുമായി നമുക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് കുറെ കൂടി ഇമോഷണലി അടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ അവരുമായി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യമാണോ പറയുന്നത് അത് വളരെ ക്ലിയറായും സത്യസന്ധമായും പറയണം എന്നുള്ളതാണ്. അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അവർ നമ്മളെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്രൂപ്റ്റായി അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും സത്യസന്ധമായി നമുക്ക് അവരോടൊരു ഇഷ്ടം അല്ലെങ്കിൽ അവരോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ ചെയ്യുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയും അതുപോലെ ഹോണസ്റ്റ് ആയും സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് വെറുതെ ജസ്റ്റ് ലിസൺ ചെയ്യുക. എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടേക്കാം എന്ന രീതിയിലല്ലാതെ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് അവരത് കൃത്യമായി കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നടക്കുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം നമുക്ക് കുറെ കൂടി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഒന്നാമതായിട്ട് ഒരു ഇമോഷണൽ ഇന്റിമസി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലിയർ ആൻഡ് ഹോണസ്റ്റ്ലി സംസാരിക്കുക. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് അത് കൃത്യമായി അവരെ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് കീപ് ഇറ്റ് ട്രാൻസ്പെറൻറ്റ്. ഇത് പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഓവർ ഷെയർ ചെയ്യണോ എന്നുള്ളൊരു സംശയം വന്നേക്കാം. ഇവിടെ അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും ഓവർ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യണം എന്നല്ല ട്രാൻസ്പെറൻസി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ഉണ്ടായിരിക്കും, ഒരു ദിവസം വരും, എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒറ്റയിരിപ്പിന് അങ്ങ് പറഞ്ഞു തീർക്കും. പിന്നീട് അവരെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് പിന്നീട് ആ വഴിക്ക് വരില്ല എന്നുള്ളതാണ്. പിന്നീട് വരുന്നു, ഇതേപോലെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്ന് പറയുന്നു, പോകുന്നു. ഇങ്ങനെയല്ല. ഇങ്ങനെ ആകുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി വരും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എന്നാൽ അവിടെ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഒറ്റയിരിപ്പിന് എല്ലാ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നു എന്നതിലുപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായും ക്ലിയറായും പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകുന്നത്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ അതാണ്
ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായി, ആ വ്യക്തിയോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓക്കെ അല്ലേ എന്നുള്ള ചോദ്യങ്ങളിൽ മാത്രം ഒതുക്കാതെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് അവരുടെ ഇന്നർ വേൾഡിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ തോട്ട്സിനെ കുറിച്ച്, അവരുടെ ചിന്താഗതികളെ കുറിച്ച്, അവരുടെ എക്സ്പീരിയൻസുകളെ കുറിച്ച്, അവരുടെ അംബീഷൻസിനെ കുറിച്ച്, അവർക്ക് എന്തെങ്കിലും ലൈഫിൽ ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുമ്പോഴാണ് ആ ഒരു ഇന്നർ വേൾഡ്, അവരുടെ ആ ഒരു ഇന്നർ തോട്ട്സ് അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറെ കൂടി നമുക്ക് ഡീപ്പായി മനസ്സിലാക്കാൻ സാധിക്കുക. സോ ഇങ്ങനെ നിങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇന്നർ വേൾഡിനെ കുറിച്ച് കൂടി അറിയാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു ഡീപ്പ് കോൺവെർസേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള അവരെ കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ജസ്റ്റ് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചോദിക്കാതെ അവരുടെ തോട്ട്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് ആൻഡ് ഗോൾസിനെ കുറിച്ച് പേഴ്സണലി അവരെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ്, അവരുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് എംപതി എന്ന് പറയുന്നത്. അതായത് അവരുടെ പെർസ്പെക്റ്റീവിൽ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടി അത് എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുക. കുറെ കൂടി അവർ വൾണറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവരൊരു സൊല്യൂഷന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു അഡ്വൈസ് ഒന്നും ആയിരിക്കില്ല അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേൾക്കുക, അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതൊക്കെ സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കാം അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വൾണറബിൾ ആയിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ നിൽക്കുക, അല്ലെങ്കിൽ അത് വെർബലി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസിലൂടെ ആയിക്കൊള്ളട്ടെ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, ആ ഒരു എംപതി നിങ്ങൾക്ക് ഷോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവരുമായുള്ള ഒരു മാനസിക അടുപ്പം അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു സേഫ് പ്ലേസ് ആണ്. അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ എന്തെങ്കിലും സീക്രട്ടുകളൊക്കെ ആണെങ്കിൽ അതൊന്നും നിങ്ങൾ ആരോടും പുറത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോമിസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രസ്റ്റ് വർത്തി ആണ് എന്നുള്ളത് നിങ്ങളുടെ ആക്ഷൻസിലൂടെ നിങ്ങളുടെ ബിഹേവിയേഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നതിന് വേണ്ടി സഹായിക്കുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, കുറെ കൂടി വൾണറബിൾ ആകുക എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള അവരത്ര അധികം ആളുകളോടൊന്നും ഷെയർ ചെയ്യാതെ വളരെ സീക്രട്ടായി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവർക്ക് കൂടി ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൾണറബിൾ ആകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യം. അവർ നിങ്ങളോട് വൾണറബിൾ ആകണം അല്ലെങ്കിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കുറെ കൂടി ഓപ്പൺ അപ്പ് ആവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. സോ നിങ്ങൾ തന്നെ കുറെ കൂടി ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അവരോട് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കണം, ഇമോഷണലി ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇമോഷണലി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അത് നമ്മുടെ ഇമോഷൻസ് കൂടി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് നമ്മൾ മാനസികമായിട്ട് അടുപ്പത്തിലാവുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി അല്ലെങ്കിൽ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി ഇമോഷണലി അറ്റാച്ച്ഡ് ആകണമെന്ന് നിങ്ങൾ സത്യസന്ധമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.